പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി ബുധനാഴ്ച ആഘോഷിക്കും. കൊടകര പൂനിലാർക്കാവിന്റെ കീഴടമായ കുന്നേത്തിക്കാവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ഷഷ്ഠി ആഘോഷം അവിസ്മരണീയമാക്കുന്നതിനുള്ള അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് തട്ടക നിവാസികൾ. വിശ്വബ്രാഹ്മണ സമാജം, മനക്കുളങ്ങര യുവജന സംഘം, മറ്റത്തൂർക്കുന്ന് കാവിൽ NSS കരയോഗം, കൊടകര പടിഞ്ഞാട്ടുമുറി മനക്കുളങ്ങര KPMS കാവുന്തറ, മരത്തോപ്പിള്ളി പുലയർ സമാജം, കുമ്പാര സമുദായം ഒളുമ്പത്തുംകുന്ന്, ഗാന്ധിനഗർ തെക്കുമുറി യുവജന സംഘം പുലിപ്പാറക്കുന്ന്, കൊടകര ടൗൺ അഴകം യുവജന സംഗമം വഴിയമ്പലം, ഫ്രണ്ട്സ് കലാവേദി വെല്ലപ്പാടി, പുതുകാവ് യുവതരംഗം, അരുണോദയം കാരൂർ, ഏകലവ്യ ഗാന്ധിനഗർ, നവചേതന വെല്ലപ്പാടി, കാവിൽ പടിഞ്ഞാറേ നട കൂട്ടായ്മ എന്നിങ്ങനെ 21 കാവടി സംഘങ്ങളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കാളികളാകുന്നത്. ബുധനാഴ്ച പുലർച്ചെ വിവിധ ദ്രവ്യങ്ങളുമായി പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കുന്നത്തൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് ഷഷ്ഠി ആഘോഷത്തിന് തുടക്കമാകുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആദ്യ അഭിഷേകത്തിന് ശേഷം ഭക്തരുടെയും വിവിധ കാവടി സംഘങ്ങളുടെയും അഭിഷേകം നടക്കും. ഷഷ്ഠിയുടെ ചടങ്ങുകളെല്ലാം കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് നടക്കുന്നതെങ്കിലും ഇതോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനമാണ്. ഉച്ചയോടെ കാവടി സംഘങ്ങൾ ഓരോന്നായി പൂനിലാർക്കാവിലെത്തി തുടങ്ങും. വിശ്വബ്രാഹ്മണ സമാജമാണ് ആദ്യം എത്തുക. തുടർന്ന് മറ്റു കാവടി സംഘങ്ങളും ഊഴമനുസരിച്ച് പൂനിലാർക്കാവിലെത്തും. രാത്രിയിലും കാവടിയാട്ടമുണ്ടാകും. ആതിഥേയ കാവടി സംഘമായ കാവിൽ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷഷ്ഠി ദിവസം രാവിലെ 6:30 പൂനിലാർക്കാവിൽ നിന്നും കുന്നത്തൃക്കോവിലേക്ക് അഭിഷേക കാവടിയും വൈകിട്ട് ഭസ്മകാവടിയും ഉണ്ടാകും. ഷഷ്ഠി ആഘോഷം നടക്കുന്നതിനാൽ ബുധനാഴ്ച കൊടകര ടൗണിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ടൗണിൽ പ്രവേശനമില്ല. കോടാലി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മറ്റത്തൂർക്കുന്നിൽ നിന്ന് പന്തലൂർ നെല്ലായി വഴിയും ആളൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോട്ട വഴിയും ദേശീയപാതയിലെത്തി യാത്ര തുടരണം. കൊടകര ടൗണിൽ വാഹനങ്ങളുടെ പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡ്രോൺ നിരീക്ഷണം, മൊബൈൽ ബൈക്ക് പെട്രോളിംഗ്, മഫ്തി പോലീസിന്റെ രഹസ്യ നിരീക്ഷണം, കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്കായി പിങ്ക് പോലീസ് സേവനം എന്നിവ ഏർപ്പെടുത്തും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡാൻസ് ഓഫ് ടീമിനെയും നിയോഗിക്കും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്ഥിരം കുറ്റവാളികൾ, സ്റ്റേഷൻ റൌഡികൾ എന്നിവരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കും.